സർ, മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കീഴൂർ അംശം തെരൂർ എന്ന സ്ഥലത്ത് 12/2/2018 രാത്രി 10:50 അടിയന്തര പ്രമേയ നോട്ടീസിൽ പരാമർശിച്ച ദാരുണ സംഭവമുണ്ടായത്. കോൺഗ്രസ് പ്രവർത്തകനായ ഷുഹൈബ് മറ്റ് 3 പേരുമായി സംസാരിച്ചു നിൽക്കവേ കണ്ണൂരിൽ നിന്ന് വന്ന 4 രജിസ്ട്രേഷൻ സ്റ്റിക്കർ പതിച്ച കാർ റോഡരികിൽ നിർത്തി അതിൽ നിന്നും 4 പേർ വാളുമായി ഇറങ്ങുകയും ഒരാൾ ബോംബുകൾ എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും 2 പേർ ചേർന്ന് ഷുഹൈബിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയുമാണ് ഉണ്ടായത്. അക്രമത്തിൽ മാരകമായി വെട്ടേറ്റ ഷുഹൈബിനെ കൊയിലി ആശുപത്രിയിലെത്തിക്കുകയും വിദഗ്ധ ചികിത്സക്കായി കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുന്ന വഴി മരണപ്പെടുകയും ചെയ്തു. ഒപ്പം പരിക്കേറ്റ 2 പേർ തലശ്ശേരി ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. സർ, കൊലപാതകത്തെക്കുറിച്ച് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ വന്ന ഉടൻ തന്നെ കുറ്റവാളികൾക്കെതിരെ മുഖം തോക്കാതെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. ഈ കേസിൻ്റെ പ്രാധാന്യവും KPCC പ്രസിഡന്റിൻ്റെ നിവേദനത്തിലെ ആവശ്യവും പരിഗണിച്ച് അന്വേഷണത്തിനായി കണ്ണൂർ റേഞ്ച് IG-യുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷക സംഘത്തെ ചുമതലപ്പെടുത്തി. സംഭവത്തിൽ 4 പേരെ പ്രതികളാക്കി മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ IPC 341, 324, 307, 302, 34 ES ആക്ടിലെ 3, 5 എന്നീ വകുപ്പുകൾ പ്രകാരം ക്രൈം നമ്പർ 202/18 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തതായി അന്വേഷണത്തിൽ വ്യക്തമായതിനെ തുടർന്ന് ആകാശ് 23, രജിൽ രാജ് 24 എന്നിവരെ 18/2/2018 കൂട്ടുപ്രതികളായ അൻവർ സാദത്ത്, അഖിൽ എന്നിവരെയും 24/2/2018 അറസ്റ്റ് ചെയ്ത് കോടതി മുൻപാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ജിതിൻ രാജ് 23 വയസ്സ് എന്ന പ്രതിയെ 25/2/2018 അറസ്റ്റ് ചെയ്ത് നടപടികൾ സ്വീകരിച്ചു വരുന്നു. കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച KL 13 AK 5278 നമ്പറിലുള്ള കാർ തിരിച്ചറിഞ്ഞ് ബന്ദോബസ്തിലെടുത്തിട്ടുണ്ട്. മജിസ്ട്രേറ്റിന് മുൻപാകെ തിരിച്ചറിയൽ പരേഡ് നടത്തിയപ്പോൾ പ്രതികളിൽ 2 പേരെയും പരിക്കേറ്റയാളും പ്രധാന സാക്ഷിയുമായ വ്യക്തി തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഇതോടെ പ്രതികൾ ഡമ്മികളാണെന്ന പരാതിയും അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമായി. സർ, ഈ കേസിൻ്റെ അന്വേഷണം വളരെ ഊർജിതമായും കുറ്റമറ്റ രീതിയിലും നടന്നു വരികയാണ്. കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത പ്രധാന പ്രതികളെ സംഭവം നടന്ന് ഒരാഴ്ചക്കുള്ളിൽ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഈ കേസിൽ IPC 109, 120B എന്നീ വകുപ്പുകൾ കൂടുതലായി ചേർത്ത് അന്വേഷിച്ചു വരുന്നു. IG-യുടെ നേതൃത്വത്തിലുള്ള സംഘം നിഷ്പക്ഷവും നീതിപൂർവകവുമായാണ് അന്വേഷണം നടത്തുന്നത്. 12/1/2018 വൈകിട്ട് 5 മണിയോടെ മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കീഴല്ലൂർ അംശം അടിയന്നൂരിൽ എന്ന സ്ഥലത്തുണ്ടായ അക്രമ സംഭവത്തിൽ മട്ടന്നൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിൽ പ്രതിയായ ഷുഹൈബ് അറസ്റ്റിലും റിമാൻഡിലുമായതിനു ശേഷം ജാമ്യത്തിലിറങ്ങിയ സമയത്താണ് കൊല ചെയ്യപ്പെട്ടത്. അക്രമ സംഭവങ്ങളിൽ പോലീസ് കർക്കശമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മുഖം നോക്കാതെ നടപടികളുണ്ടായി. കുറ്റക്കാരെ കണ്ടെത്താൻ ഒരേ സമയം നിരവധി വീടുകൾ പോലീസ് റെയ്ഡ് ചെയ്ത് പരിശോധിച്ചു. ഒരെതിർപ്പും എവിടെ നിന്നും ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ ആവശ്യം കൂടി കണക്കിലെടുത്താണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. അന്വേഷണ സംഘം നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. സർ, രാഷ്ട്രീയമായ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. 2 പ്രസ്ഥാനങ്ങൾക്കിടയിൽ മാത്രമല്ല 2 വ്യക്തികൾക്കിടയിലും ഒരേ അഭിപ്രായം എല്ലാ കാര്യത്തിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം പ്രതികാര മനോഭാവം ഉണ്ടാകുന്നതും അതേ തുടർന്ന് കൊലപാതകങ്ങൾ ഉണ്ടാകുന്നതും നീതീകരിക്കാനാവുന്നില്ല. നമ്മുടെ നാടിന് ഇത് ചേരുന്നതുമല്ല. സർ, സംസ്ഥാനത്ത് അക്രമ സംഭവങ്ങൾ ഉണ്ടാകരുതെന്നും ഒരാളും കൊല്ലപ്പെടരുത് എന്നുമാണ്
സർക്കാരിൻ്റെ നിലപാട്. രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഒരിക്കലും അക്രമങ്ങളിലേക്ക് തിരിയരുത്. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ രമ്യമായി പരിഹരിക്കാൻ കഴിയണം. അക്രമ സംഭവങ്ങൾ ഏത് ഭാഗത്തു നിന്നുണ്ടായാലും സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കും. അതാണ് ഈ കാര്യത്തിൽ കണ്ടത്. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതായ ഒരടിയന്തര പ്രശ്നവും ഇതിൽ അടങ്ങിയിട്ടില്ല.